എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. അതിൽ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 40. ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. 2, ഇതൊരു നിർദ്ദേശക തത്വമാണ്. ഗാന്ധിയൻ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശക തത്വമാണിത്. അതായത് ഇതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ 40 ഈ വില്ലേജ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രൂപീകരണം. അത് മാത്രമല്ല, ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു നിർദ്ദേശക തത്വമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലിബറൽ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ നിർദ്ദേശക തത്വങ്ങളിലുണ്ട്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ 3 നിർദ്ദേശക തത്വങ്ങളെ നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. അപ്പോൾ അതിൽ ഈ ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറയുന്നത് ഒരു നിർദ്ദേശക തത്വമാണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണെന്നും കൂടി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. രണ്ടാമത്തതിൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട്. ഇത് ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറയുന്നു. കോടതിയിലൂടെ നമുക്കിത് നേടിയെടുക്കാൻ പറ്റും ഹനിക്കപ്പെട്ടാൽ എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഇത് ഹനിക്കപ്പെട്ടാൽ, നിർദ്ദേശക തത്വങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹനിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഒരു പൗരന് പറ്റുമോ എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യേണ്ടതാണ്. 4, പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ് നിർദ്ദേശക തത്വങ്ങൾ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. പോസിറ്റീവായിട്ടുള്ള സ്വഭാവമുള്ളവയാണ് നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 40 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40 റിലേറ്റ്സ് ടു ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്. ശരിയാണോ? ഇത് ശരിയാണ് അല്ലേ? ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശക തത്വമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർദ്ദേശക തത്വം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. അതുപോലെ തന്നെ ഗാന്ധിയൻ തത്വങ്ങൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടതാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറയുന്നു. ശരിയാണോ? അതെ, ഇതും ശരിയാണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 40. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഇപ്പോൾ ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ്. ലിബറൽ എന്ന് പറയുന്നത് ഒരു സെക്ഷൻ, ലിബറൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഒരു സെക്ഷൻ. ഇപ്പോൾ നമ്മൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അങ്ങനെ 3 സെക്ഷനായിട്ട് നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ തരംതിരിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അപ്പോൾ ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നിർദ്ദേശക തത്വങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട്. ഉണ്ടോ? ഇല്ല. നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. കോടതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ. ഇതിനൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മോറൽ സാങ്ഷൻ എന്ന് പറയും. അതായത് ഏത് ഭരിക്കുന്ന പാർട്ടിയാണോ നിർദ്ദേശക തത്വങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പോളിസിയിൽ നിർദ്ദേശക തത്വങ്ങൾ പാലിക്കാത്തത്, ജനങ്ങൾ തന്നെ അടുത്ത വർഷം അപ്പോൾ അതിനുള്ള വിധി എഴുതും എന്നാണ് ഉള്ളത്. അതിപ്പോൾ പൊളിറ്റിക്കൽ സാങ്ഷനാണ്, അല്ലാതെ ലീഗലി നമുക്ക് പോകാൻ പറ്റില്ല. ലീഗൽ ഓപ്ഷൻ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയായി ബന്ധപ്പെട്ടില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ് നിർദ്ദേശക തത്വങ്ങൾ. പോസിറ്റീവ് സ്വഭാവം, ഇത് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം കോൺസെപ്ഷ്വലാണ്. എന്താണ് പോസിറ്റീവ് എന്ന് പറയുന്നത്? ഇത് ഒരു സ്റ്റേറ്റിനെ, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തൊക്കെ പോളിസികൾ രൂപീകരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു എനേബിളിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കുക, അല്ലെങ്കിൽ മൃഗങ്ങളെ സംരക്ഷിക്കുക, സയൻറ്റിഫിക് ടെമ്പർ അല്ല, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫോർമേഷൻ, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, വർക്കേഴ്സിൻ്റെ പങ്കാളിത്ത മാനേജ്മെൻറ്റിൽ. അതുപോലെ ന്യൂട്രീഷൻ ഹെൽത്ത് പ്രൊമോഷൻ, മിനിമം വേജ്, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്, ഇതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണല്ലേ. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇത് പോസിറ്റീവാണ്. ഒരു സ്റ്റേറ്റിനെ കൊണ്ട്, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ കിടക്കുന്നത് അല്ലേ. ഓരോ കാര്യങ്ങളും വെൽഫെയറിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു വെൽഫെയർ സ്റ്റേറ്റാണ്. DPSP എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഉദ്ദേശം എന്താണ്? വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത്.
നേരെ മറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് സ്വഭാവമുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നെഗറ്റീവ് സ്വഭാവമുള്ളതാണ്. പറയാൻ കാരണം എന്താണ്? അത് സ്റ്റേറ്റിന് റെസ്ട്രിക്ഷനാണ്. ഇപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുകൾക്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുള്ള റെസ്ട്രിക്ഷൻ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പൗരന് ഇത്ര അവകാശമുണ്ട്, അത് ഹനിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഗവൺമെൻറ്റിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒരു പൗരന് അവകാശങ്ങൾ കൊടുക്കുകയും മറിച്ച് ഗവൺമെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള സ്വഭാവമുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ്? പോസിറ്റീവാണ്. ഇത്രയാണ് ഇന്നത്തെ ടഫ് ചോദ്യത്തിൽ ഡിസ്കഷനിലുള്ളത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. സി ആണ് ഉത്തരം. 1, 2, 4 അല്ലേ? 1, 2, 4. അപ്പോൾ ഏതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? അതായത് കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്നതൊഴികെ ബാക്കിയെല്ലാം ഇത് കോടതിയെ സമീപിക്കാൻ പറ്റുമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അല്ലേ? അത് പറ്റില്ല എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബാക്കിയെല്ലാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ 1, 2 and 4 ആണ് ശരി ഉത്തരം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.